ഹലോ മച്ചാന്മാരെ, എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം പോപ്പുലർ ഹുണ്ടായി ഷോറൂമിലാണ്. ഇന്ന് ഞാനിവിടെ ഒരു ഷോറൂം വിസിറ്റ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം GST കട്ട് വന്നതിന് ശേഷം ഒരുപാട് പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈ സമയം നിങ്ങൾക്ക് പറ്റിയ ഒരു സമയമാണ്, യൂസ്ഫുൾ സമയമാണ് നിങ്ങൾക്ക് ഒരു വാഹനം മേടിക്കാനായിട്ട്. ഹുണ്ടായി എന്തൊക്കെ നമുക്ക് വണ്ടി എത്ര രൂപയ്ക്ക് ഹുണ്ടായി വാഹനം നമുക്ക് ഇറക്കാൻ പറ്റും, എല്ലാ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ നമുക്ക് ബേസ് മോഡൽ തൊട്ട് ടോപ്പ് എൻഡ് വരെയുള്ള എല്ലാ വാഹനത്തിൻ്റെയും ഒരു ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഓൺ റോഡ് പ്രൈസിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഹുണ്ടായി ഗ്രാൻഡ് ഐ10 നിയോസിലേക്ക് തന്നെ തുടങ്ങാം. അപ്പം ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് മോഡൽ ഏറ്റവും ചെറിയ പൈസയ്ക്ക് തന്നെ നമുക്ക് വണ്ടി ഒരു ഹുണ്ടായി വാഹനം നമുക്ക് ഇറക്കാൻ പറ്റും, ചെറിയ വിലയ്ക്ക് തന്നെ. അത് ഈ മോഡലാണ്. ഈ വണ്ടിയുടെ ബേസ് മോഡലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ മോഡൽ, അപ്പോൾ അത് 6.53 ലക്ഷം നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. 6.53 ബേസ് മോഡൽ ഇറക്കാം. നേരത്തെ നമുക്ക് GST കട്ട് വരുന്നതിന് മുമ്പ് അത് 7.5 ആയിരുന്നു. അപ്പോൾ അത്രയും രൂപ നമുക്ക് കുറഞ്ഞിരിക്കുകയാണ്. ഇനി മാഗ്ന വേരിയൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൺ റോഡ് പ്രൈസ് 7.44 മുമ്പ് അത് 8 ലക്ഷമായിരുന്നു. ഇനിയിപ്പം AMT മോഡൽ നമുക്ക് മാഗ്ന AMT ആണെങ്കിൽ ഇപ്പോൾ 8.12 നമുക്ക് ഇറക്കാൻ പറ്റും. പിന്നെ സ്പോർട്സ് ആണെങ്കിൽ 8,05,000 രൂപയ്ക്ക് ഇറക്കാൻ പറ്റും മാനുവൽ മോഡൽ. മുമ്പ് അത് 8.71 ഇനി സ്പോർട്സ് AMTയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് 8,65,000 രൂപയ്ക്ക് AMT മോഡൽ ഇറക്കാൻ പറ്റും. ഇനി അത് നേരത്തെ അത് 9,36,000 രൂപയായിരുന്നു. ഇപ്പം ഇനി നമുക്ക് സ്പോർട്സ് ഓപ്ഷണൽ വേരിയൻറ്റിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷന് 8.37 ഇറക്കാൻ പറ്റും. പിന്നെ AMT ആണെങ്കിൽ 8,97,000 രൂപയാണ് വരുന്നത്. ഇനി നമുക്ക് ഫുൾ ഓപ്ഷൻ ആസ്റ്റ വേരിയൻറ്റിലേക്ക് കിടക്കാം. അതിനാണെങ്കിൽ 8,75,000 രൂപ വരുന്നുണ്ട് മാനുവൽ മോഡൽ. പിന്നെ AMT ആണെങ്കിൽ 9,35,000 രൂപയും വരുന്നുണ്ട്. ഇനി രണ്ട് മോഡൽസ് ഉണ്ട്, കോർപ്പറേറ്റ് മോഡൽസ് വരുന്നുണ്ട്. അത് 1.2 കോർപ്പറേറ്റ് ആണെങ്കിൽ 7,70,000. ഇനി AMT ആണെങ്കിൽ 8,39,000. അപ്പം നല്ല രീതിയിലുള്ള വ്യത്യാസം നമുക്ക് GST കട്ട് വന്നതിന് ശേഷം ഓൺ റോഡ് പ്രൈസിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പം ഈ വണ്ടിയെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു മോഡലാണ് നമുക്ക് ഗ്രാൻഡ് ഐ10 നിയോസ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് ഹുണ്ടായി i20യെ കുറിച്ച് നോക്കാം. മാഗ്ന മാനുവൽ ട്രാൻസ്മിഷൻ ഇപ്പോൾ 8,44,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അതുപോലെ അതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് വരികയാണെങ്കിൽ 9,60,000 രൂപയാണ് വരുന്നത്. ഇനി സ്പോർട്സ് വേരിയൻ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന വേരിയൻ്റ് സ്പോർട്സ് വേരിയൻ്റ് ആണ്. കാരണം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ആ മോഡലിൽ തന്നെ കിട്ടുന്നുണ്ട്. അതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷന് 9,15,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. ഇനി അതിൻ്റെ ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 10,26,000 രൂപയാണ് വരുന്നത്. ഇനി സ്പോർട്സ് ഓപ്ഷണൽ വേരിയൻ്റ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്, സ്പോർട്സ് ഓപ്ഷണൽ. അതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത് 9,77,000. ഓട്ടോമാറ്റിക് ആണ് 10,77,000 രൂപയാണ് വരുന്നത്. ഇനി ആസ്റ്റ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത് 10,16,000 രൂപയാണ്. ഇനി ആസ്റ്റ ഓപ്ഷണൽ ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് മാനുവൽ ട്രാൻസ്മിഷൻ രണ്ട് രീതിയിൽ വരുന്നുണ്ട്, ഡ്യുവൽ ടോണും സിംഗിൾ ടോണും വരുന്നുണ്ട്. സിംഗിൾ ടോൺ ആണെങ്കിൽ 10,77,000 രൂപ ഇനി മാനുവൽ ട്രാൻസ്മിഷന്. പിന്നെ ഓട്ടോമാറ്റിക് ആണ് വേണ്ടതെങ്കിൽ 12,40,000 രൂപയാണ് വരുന്നത്. ഇനി ഡ്യുവൽ ടോണിലേക്ക് വരികയാണെങ്കിൽ 10,96,000 മാനുവലിനും ഓട്ടോമാറ്റിക്കിന് 12,56,000 രൂപയാണ് ഓട്ടോമാറ്റിക്കിന് വരുന്നത്. ഇനി അടുത്ത നമ്മൾ N ലൈൻ വേരിയൻറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ N6 മാനുവൽ ട്രാൻസ്മിഷന് 10,71,000 ഓട്ടോമാറ്റിക് DCT വരുമ്പോൾ 12,28,000 രൂപയാണ് N6 വരുന്നത്. ഇനി N8ലേക്ക് കിടക്കുകയാണെങ്കിൽ 12,54,000 രൂപ മാനുവലിനും ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 13,73,000 രൂപയാണ് ഓട്ടോമാറ്റിക്കിലേക്കും വരുന്നത്. ഇങ്ങനെയാണ് പ്രൈസ് വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ ഓട്ടോമാറ്റിക്കും നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ് ഹുണ്ടായി i20യുടെ. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് കിടക്കാം. അടുത്തതായി നമുക്ക് ക്രെറ്റയുടെ പ്രൈസ് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ക്രെറ്റ വരുമ്പം അതിനെ ബേസ് മോഡലിനെ നമ്മൾ വിളിക്കുന്നത് എന്നാണ്. അതിന് ഓൺ റോഡ് വരുമ്പോൾ 12,92,000 രൂപ വരും. ഇനി EX എന്ന് പറയുന്ന വേരിയൻറ്റ് വരുമ്പോൾ 14,30,000 രൂപയാണ് EXന് വരുന്നത്. ഇനി ഈ ഓപ്ഷണൽ എന്ന് പറഞ്ഞ മറ്റൊരു വേരിയൻ്റ് ഉണ്ട്, അതിന് വരുമ്പോൾ 15 ലക്ഷം രൂപയാണ് ഓൺ റോഡ് വരുന്നത്. ഇനി S എന്ന് പറഞ്ഞ വേരിയൻറ്റിലേക്ക് വരികയാണെങ്കിൽ 15,69,000 ആണ്. ഇനി S ഓപ്ഷണൽ എന്ന് പറയുന്ന പെട്രോൾ വേരിയൻറ്റ് വണ്ടിക്ക് വരുന്നത് 16,78,000 രൂപയാണ്. EX ഓപ്ഷണൽ IVTക്ക് വരുന്നത് 16,65,000 ആണ്, 16,65,000.
ഇനി എസ് ഓപ്ഷണൽ IVTയിലേക്ക് വരുമ്പോൾ 18,81,000 വരുന്നുണ്ട്. ഇനി SX എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് വരുന്നുണ്ട്. XX വരുമ്പോൾ 17,91,000 രൂപയാണ് XSന് വരുന്നത്. ഇനി ഏറ്റവും ഫുൾ ഓപ്ഷൻ XS ഓപ്ഷണലാണ്. അതിൻ്റെ പ്രൈസ് വരുമ്പോൾ 20,52,000 രൂപയാണ് അതിന് വരുന്നത്. ഇനി അതിൻ്റെ ഓട്ടോമാറ്റിക്കാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ XS ഓപ്ഷണൽ IVT എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്നുണ്ട്. 22,22,000 രൂപ. ഇനി നിങ്ങൾക്ക് ടർബോ വേരിയൻസ് ആണ് വേണ്ടതെങ്കിൽ, ടർബോ പെട്രോൾ എഞ്ചിനാണ് വേണ്ടതെങ്കിൽ അതിന് DCT ഓട്ടോമാറ്റിക്കിന് വരുന്നത് 23,69,000 ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ പെട്രോൾ വേരിയൻസിൻ്റെ പ്രൈസ് ആയിരുന്നു. ഇനി നിങ്ങൾക്ക് CRD അതായത് ഡീസൽ എഞ്ചിനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഡീസൽ E എന്ന് പറയുന്ന വേരിയന്റ്, അതായത് ബേസ് മോഡലിന് വരുന്നത് 14,73,000 ആണ്. EX എന്ന് പറയുന്ന വേരിയന്റിന് 16,14,000 ആണ്. EX ഓപ്ഷണലിന് വരുന്നത് 16,88,000 ആണ്. ഇനി S എന്ന് പറഞ്ഞ വേരിയന്റിലേക്ക് വരികയാണെങ്കിൽ അതിന് 17.38 ആണ് വരുന്നത്. ഇനി S ഓപ്ഷണൽ അതിന് വരുന്നത് 18,91,000 രൂപയാണ്. ഇനി EX ഓപ്ഷണൽ ഓട്ടോമാറ്റിക്കിന് വരുന്നത് 18,79,000. S ഓപ്ഷണൽ ഓട്ടോമാറ്റിക്കിന് വരുന്നത് 20,66,000. ഇനി XS ഓപ്ഷണൽ ഫുൾ ഓപ്ഷൻ്റെ മാനുവൽ ട്രാൻസ്മിഷന് 22,37,000 അതാണ് വരുന്നത്. ഇനി ഏറ്റവും ഫുൾ ഓപ്ഷൻ അതായത് ഡീസലിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ SS ഓപ്ഷണൽ ഓട്ടോമാറ്റിക്കിന് 23,48,000 രൂപയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കറൻ്റ്ലി പ്രൈസ് വരുന്നത് ഓൺ റോഡിൽ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ക്രെറ്റയുടെ കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും കാര്യം നോക്കിയത്. ക്രെറ്റയുടെ പ്രൈസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ബേസ് മോഡൽ വണ്ടി ഇറക്കാൻ പറ്റുന്നത് 12,92,000 രൂപയാണ്. നല്ല രീതിയിലുള്ള പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ട്. മുമ്പത്തെ പ്രൈസും ഇപ്പോഴത്തെ പ്രൈസും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും പറ്റിയ സമയം തന്നെയാണ് GST റിഡക്ഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് വെന്യൂ ആണ്. 4 മീറ്ററിൽ താഴെ വരുന്ന ഒരു സബ് കോമ്പാക്ട് SUV ആണ്. സോ ഈ വണ്ടിയെ കൂടെ ഓൺ റോഡ് പ്രൈസിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ 1.2E അതായത് ബേസ് മോഡൽ വരുമ്പം 8,60,000 രൂപയാണ് വെന്യൂവിൻ്റെ ബേസ് മോഡൽ വരുന്നത്. ഇനി നിങ്ങൾക്ക് S എന്ന് പറഞ്ഞൊരു വേരിയന്റ് വരുന്നുണ്ട്. എസിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത് 10 ലക്ഷം രൂപയാണ് ഓൺ റോഡ്. ഇനി S ഓപ്ഷണൽ എന്ന് പറഞ്ഞൊരു വേരിയന്റ് വരുന്നുണ്ട്. അതിൻ്റെ പ്ലസ് അത്യാവശ്യം നല്ലൊരു മോഡലാണ്. അതിന് നിങ്ങൾക്ക് ഓൺ റോഡ് വരുന്നത് 10,77,000 രൂപയാണ്. ഇനി XS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് വരുന്നത് 12,32,000 ആണ്. ഇനി നമുക്ക് S ഓപ്ഷണൽ DCT ഫുൾ നമുക്ക് അതിൻ്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ, അതായത് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് S ഓപ്ഷൻ 13,10,000 രൂപയാണ്. ഇനി XX ഓപ്ഷണൽ DCT വരുന്നുണ്ട്. അതിന് വരുന്നത് 14,62,000 ആണ്. അതാണ് ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് വരുന്നത് XS ഓപ്ഷണൽ DCT. S ഓപ്ഷണൽ DCTക്ക് 13.1 ആയിരുന്നു. SX ഓപ്ഷണലിന് വരുന്നത് 14.62 ആണ് പ്രൈസ് വരും. ഇനി N ലൈനിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ N6 MTക്ക് വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ 13.32 ആണ്. അതുപോലെ N8ന് വരുന്നത് 14.31 ആണ്. ഇനി നമുക്ക് N6 ഓട്ടോമാറ്റിക്കിലേക്ക് വരികയാണെങ്കിൽ DCT ആണെങ്കിൽ 14.18 14 ലക്ഷം രൂപയ്ക്ക് 14,18,000 രൂപയ്ക്ക് ഓൺ റോഡ് N6 ഇറക്കാൻ പറ്റും ഓട്ടോമാറ്റിക് വേരിയൻറ്റ്. ഇനി നമുക്ക് N8 അതായത് ഫുൾ ഓപ്ഷൻ N ലൈൻ മോഡൽ നമുക്ക് ഇറക്കണമെങ്കിൽ 15,16,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ഇപ്പം പോപ്പുലർ ഹുണ്ടായി കൊടുക്കുന്നത്. അടുത്തതായി നമുക്ക് എക്സ്റ്ററിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് കിടക്കാം. ഇപ്പോൾ എക്സ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ബേസ് മോഡൽ EX എന്നാണ് അതിനെ വിളിക്കുന്നത്. 6,77,000 രൂപയ്ക്ക് ഓൺ റോഡ് എക്സ്റ്റർ ഇറക്കാൻ പറ്റും. ഇനി അടുത്ത EX AMT ആണ്. AMT മോഡൽ 7,57,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. അപ്പം ഈ ബേസ് മോഡൽ EX എന്ന് പറയുന്നത് നമുക്ക് GST കട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് 7,30,000 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം 6,77,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 60,000 രൂപയുടെ ഒരു വ്യത്യാസമാണ് GSTയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്രയും പ്രൈസ് ഡിഫറൻസ് വന്നിരിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഇനി നമുക്ക് EX ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ 7,15,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. ഇനി S വേരിയൻറ്റിലേക്ക് വരികയാണെങ്കിൽ 8,30,800 രൂപയാണ് അതിന് വരുന്നത്. ഇനി S പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്. അതിന് നമുക്ക് വരുന്നത് 8,89,000 ആണ്. ഇനി XS എന്ന് പറഞ്ഞൊരു ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ, ഫുൾ ഓപ്ഷൻ അല്ല ആക്ച്വലി അതിന് തൊട്ട് താഴെയുള്ള വേരിയൻ്റ് ആണ്. അതിന് വരുന്നത് 9,25,000 രൂപയാണ് വരുന്നത്. ഇനി XX ഓപ്ഷണൽ അതായത് ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് അതിന് നമുക്ക് വരുന്നത് 9,75,000 ആണ്.
അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കൂടെ കൂടുതൽ വരുന്ന ഒരു കണക്ട് എഡീഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നത്. അതിന് ഡാഷ് ക്യാമും അതുപോലെ കുറച്ച് ബ്ലൂ ലിങ്ക് ഫീച്ചർ കണക്ടിവിറ്റി അങ്ങനത്തെ ഒരു ഫീച്ചേഴ്സ് ഒക്കെ കൂടെ വരുന്ന ഒരു കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നത്. അതിൻ്റെ ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ 10,43,000 രൂപയാണ് അതിന് വരുന്നത്. ഇനി ഓട്ടോമാറ്റിക് വേരിയൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓട്ടോമാറ്റിക് വേരിയൻസ് വരുവാണെങ്കിൽ എസ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് വരും, എസ് ഓട്ടോമാറ്റിക്. അതിന് വരുവാണെങ്കിൽ 9,13,000 രൂപയാണ് എസിൻ്റെ വരുന്നത്. EX ബേസ് മോഡലിന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 7,57,000 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് SX ഓപ്ഷണലിൻ്റെ പ്രൈസ് നോക്കാം. 10,62,000 രൂപയാണ് XS ഓപ്ഷണൽ ഓട്ടോമാറ്റിക്കിന് വരുന്നത്. ഇതിൻ്റെ മാനുവൽ ആയിരുന്നെങ്കിൽ 9,75,000, ഓട്ടോമാറ്റിക്കിന് 10,62,000 രൂപയാണ് വരുന്നത്. ഇനി നമുക്ക് XS ഓട്ടോമാറ്റിക്, അതായത് XS ഓപ്ഷണൽ കണക്റ്റിൻ്റെ ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ 10,88,000 രൂപയാണ് അതിന് വരുന്നത്. അതിന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെയുള്ള ഫീച്ചേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. സോ ഏറ്റവും ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റ് നമുക്ക് ഏകദേശം 10,88,000 അല്ലെങ്കിൽ 43,000 ആ ഒരു റേഞ്ചിൽ നമുക്ക് പിടിക്കാം. അങ്ങനെയാണ് പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് നൈറ്റ് എഡീഷനിലേക്ക് പറയുകയാണെങ്കിൽ എക്സ്റ്ററിന് എടുത്തു പറയേണ്ട ഒരു കാര്യം, എക്സ്റ്ററിന് നൈറ്റ് എഡീഷൻ വരുന്നുണ്ട്. നൈറ്റ് എഡീഷൻ്റെ പ്രൈസിനെ കുറിച്ച് നമുക്കിനി നോക്കാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനം ഹ്യുണ്ടായി എക്സ്റ്ററിൻ്റെ നൈറ്റ് എഡീഷനാണ്. നല്ല രീതിയിൽ ഒരു സ്പോർട്ടി ലുക്ക് കൊടുക്കുന്ന രീതിയിൽ കാലിപ്പേഴ്സ് ഉൾപ്പെടെ നമുക്ക് റെഡ് ചെയ്തിട്ട് വണ്ടി ഫുള്ളൊരു ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു എഡീഷനാണ് നൈറ്റ് എഡീഷൻ. സോ ഇതിൻ്റെ പ്രൈസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് XS മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. 9,20,000 രൂപയാണ് XS എന്ന് പറയുന്ന നൈറ്റ് എഡീഷൻ്റെ. അത്യാവശ്യം എടുക്കുകയാണെങ്കിൽ XS എങ്കിലും നമ്മൾ എടുക്കണം, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് XS AMTയിലേക്ക് കിടക്കുകയാണെങ്കിൽ 9,91,000 രൂപയ്ക്ക് നമുക്ക് ഓൺറോഡ് ഇറക്കാൻ പറ്റും. ഇനി XS ഓപ്ഷണൽ കണക്ട് മാനുവൽ ട്രാൻസ്മിഷൻ, അതായത് ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനിലേക്ക് വരികയാണെങ്കിൽ 10,58,000 രൂപയാണ് അതിന് വരുന്നത്. ഇനി അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ 10,99,000 രൂപയാണ് അതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് വരുന്നത്. 10,99,000 രൂപയാണ് അതിന് ഓട്ടോമാറ്റിക്. സോ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പോർട്ടി ലുക്ക് വരുന്നൊരു വണ്ടിയാണ്. നല്ല രീതിയിൽ നമുക്ക് കൊണ്ടു നടക്കാവുന്ന ഒരു സ്പോർട്ടി ലുക്ക് തരുന്ന, അതുപോലെ തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും കോംപ്രമൈസ് ഇല്ലാത്തൊരു വാഹനമാണ് എക്സ്റ്റർ ആണെങ്കിൽ വരുന്നത്. എന്തെങ്കിലും ക്വയറീസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ടെസ്റ്റ് ഡ്രൈവ്സ് ബുക്ക് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ അതുവരെ ഇറ്റ്സ് മീ ഗിരി സൈനിങ് ഓഫ്. ബൈ ഗൈസ്.